ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അവരുടെ യൂട്യൂബ് റവന്യൂ എല്ലാം അവരുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്തരത്തിൽ റവന്യൂ എല്ലാം ക്രെഡിറ്റ് ആയിട്ടുണ്ട്. സാധാരണയായി നമ്മുടെ യൂട്യൂബ് റവന്യൂ എല്ലാം 21-ാം തീയതി മുതൽ 26-ാം തീയതിക്കുള്ളിൽ ഇതിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസത്തിലെല്ലാമായാണ് ക്രെഡിറ്റ് ആകുന്നത്. എനിക്ക് സാധാരണ എല്ലായ്പ്പോഴും 22-ാം തീയതി എല്ലാമായിട്ടാണ് എൻ്റെ യൂട്യൂബ് റവന്യൂ എല്ലാം വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് യൂട്യൂബ് റവന്യൂ എല്ലാം ക്രെഡിറ്റ് ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ക്രെഡിറ്റ് ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് സാധാരണ ഇത്തരത്തിൽ നിങ്ങളുടെ റവന്യൂ എല്ലാം ക്രെഡിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു മെയിൽ എല്ലാം വരും. അതായത് നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ബാങ്കിൽ നിന്നും വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നോട്ടിഫിക്കേഷൻ ഓൺ റിസീപ്റ്റ് ഓഫ് ഇൻവേർഡ് സ്വിഫ്റ്റ് മെസ്സേജ് MT103 എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ എത്ര രൂപയാണ് ക്രെഡിറ്റ് ആയിരിക്കുന്നത്, ഈ USD എമൗണ്ട്, അതുപോലെ സെറ്റിൽമെൻറ്റ് എമൗണ്ട്, ഇത് വാല്യൂ ഡേറ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇത്തരത്തിൽ ഈ മെസ്സേജ് വന്നതിന് ശേഷവും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് ഇത് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല എങ്കിൽ അപ്പോൾ ഇവിടെ അവസാനമായി കൊടുത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കൈൻഡ്ലി നോട്ട് ദാറ്റ് ദിസ് ഈസ് ആൻ അഡ്വൈസ് ഓഫ് റെസിപ്റ്റ് ഓഫ് റെമിറ്റൻസ്. പ്ലീസ് കോൺടാക്ട് ബ്രാഞ്ച് വിത്ത് റിലവൻറ്റ് ഡോക്യുമെൻറ്റ് ഫോർ ഫർദർ ഇൻഫർമേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് ഇത്തരത്തിൽ ഈ ഒരു മെയിൽ വന്നതിന് ശേഷവും അവർക്ക് ഈ ഒരു എമൗണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് ഇതിലേക്ക് ലഭിക്കുന്നില്ല. ഈ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ചുമായി കോൺടാക്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ ഈ ഒരു SBIയിൽ നിന്നും എനിക്ക് വന്നിരിക്കുന്ന നിർദ്ദേശം. അതിനാൽ തന്നെ എപ്പോഴും നമുക്ക് ബ്രാഞ്ചിൽ പോകുക എന്നതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. എസ്പെഷ്യലി നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു തിരക്കെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ബ്രാഞ്ചിൽ ചെന്ന് ഇത് കാണിക്കുക എന്നതെല്ലാം ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സാധാരണയായി ചെയ്യുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ ഈ ഒരു മെസ്സേജ് എല്ലാം വരുമ്പോൾ അപ്പോൾ തന്നെ ഞാൻ ഇത് സ്ക്രീൻഷോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇത് ഒരു അറ്റാച്ച്മെൻറ്റായി ഒരു മെയിലായി എൻ്റെ ബ്രാഞ്ചിലേക്ക് അയക്കുകയാണ് ചെയ്യാറ്. അതിൽ ഞാൻ വിവരിക്കാറ് ഇത്തരത്തിൽ എനിക്ക് ഈ ഒരു എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്, അതിനാൽ തന്നെ ഈ ഒരു എമൗണ്ട് ഇത് എൻ്റെ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് തന്നെ ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇത്തരത്തിലൊരു മെയിലെല്ലാമാണ് ഞാൻ അയക്കാറ്. അതിനാൽ തന്നെ ഇങ്ങനെ മെയിൽ അയച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു എമൗണ്ട് എല്ലാം തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എമൗണ്ട് എല്ലാം കുറച്ച് ഡിലേ എല്ലാം വരികയാണെങ്കിൽ, അതായത് ഇങ്ങനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം ലഭിച്ചതിന് ശേഷവും എമൗണ്ട് ഒന്നും ക്രെഡിറ്റ് ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ ബ്രാഞ്ചിലേക്ക് മെയിൽ അയച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളെല്ലാം സോൾവ് ആയി കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. യൂട്യൂബ് റിലേറ്റഡായ നല്ല നല്ല ഇൻഫർമേഷൻസ് എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്